ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ഹെയർ കെയർ ടിപ്പാണ് കേട്ടോ. നമ്മുടെ യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയി വൈറലായി ഓടിക്കൊണ്ടിരുന്നായിരുന്ന ഒരു ഹെയർ കെയറിന്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, റോസ് മേരി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇന്ന് അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഒരു വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്കത് ഓക്കെ ആയി തോന്നില്ല, എന്റെ വീഡിയോ അത്ര രസമില്ല തോന്നുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ചോയ്സ് ആണേ. പല ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സും എല്ലാവരും റോസ്മേരിയുടെ പ്രൊഡക്ട്സ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരു സമയത്ത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് റോസ്മേരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു റോസ്മേരിയുടെ പ്രൊഡക്ട്സ് വാങ്ങി നോക്കണം എന്നുള്ളത്. പല കമ്പനീസും റോസ്മേരി വാട്ടറും എസെൻഷ്യൽ ഓയിൽസും കാര്യങ്ങളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചിലവർക്ക് അതൊന്നും അഫോർഡബിൾ ആയിക്കൊള്ളണമെന്നില്ല. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ അഫോർഡബിൾ ഒന്നും അല്ല. അങ്ങനെ ഞാൻ ഒരു ഷോപ്പിൽ പോയപ്പോൾ അവിടെയാണ് നമ്മുടെ റോസ്മേരിയുടെ ഇങ്ങനെ ഒരു പാക്കറ്റ് കണ്ടത് കേട്ടോ. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ, ഇത് എന്തായാലും വാങ്ങി നോക്കാം. എന്തായാലും പ്രൊമോഷൻസ് വഴിയൊക്കെ നമ്മൾ കുറെ കാണുന്നുണ്ട്. പക്ഷെ ഇത് പ്രൊമോഷൻ ആയതുകൊണ്ട് തന്നെ എത്രത്തോളം ജെന്യൂൻ ആണ്, ശരിക്കും ഈ റോസ്മേരി യൂസ്ഫുൾ ആണോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ, എന്തായാലും ഇത് വാങ്ങി നോക്കാം. വാങ്ങി യൂസ്ഫുൾ ആവുകയാണെങ്കിൽ മാത്രം ഒരു വീഡിയോ ചെയ്യാന്ന് കരുതി. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ മനസ്സിലാക്കാലോ, എനിക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു പാക്കറ്റ് ഞാൻ കംപ്ലീറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഒരു പാക്കറ്റ് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇന്നായിരുന്നു ലാസ്റ്റ് ആയിട്ട് ഇതിന്റെ കുറച്ച് എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായത്. രണ്ടാമത്തെ പാക്കറ്റ് ഞാൻ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട്. ബിക്കോസ് എനിക്കിത് നിർത്താൻ തോന്നുന്നില്ല, അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ആയിട്ട് തന്നെ രണ്ടാമത്തെ പാക്കറ്റ് ഞാൻ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് ഓൾറെഡി ഇന്നത്തോടുകൂടെ ഇത് കംപ്ലീറ്റ് ആവുകയും ചെയ്തു. ഈ പാക്കറ്റിന് 50 രൂപയാണ് വില വരുന്നത്. 30 ഗ്രാമാണ് കേട്ടോ. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അവൈലബിൾ തന്നെയാണ്. ഇത് എന്റെ ഷോപ്പിൽ കിട്ടുന്ന ഇതിന്റെ ബ്രാൻഡ് ഏതാ, തേജസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതല്ലാതെ പല ബ്രാൻഡുകളുടെയും ഏതാന്ന് വെച്ചാൽ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ റോസ്മേരി വാട്ടർ ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആ ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എത്രത്തോളം ജെന്യൂൻ ആണ്, എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ അത് എനിക്ക് അറിയത്തില്ല. ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് മേ ബി നല്ലത് തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു റോസ്മേരി ആയതുകൊണ്ട് നല്ലത് തന്നെ ആയിരിക്കും. ഞാൻ എന്തായാലും നാച്ചുറൽ ആയിട്ട് എന്റെ വീട്ടിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്ക് ആക്ച്വലി ഈ ഒരു പാക്കറ്റ് ഭയങ്കര അഫോർഡബിൾ ആയി തോന്നി. എനിക്കൊരു 6-7 തവണ ഉണ്ടാക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ റോസ്മേരി വാട്ടർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എങ്ങനെ ഉണ്ടാക്കണ്ടേ എന്നുള്ളത് ഞാൻ വീഡിയോ ഇതിന്റെ ബാക്കിൽ തന്നെ കൊടുത്തേക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. എനിക്ക് ഈ ഒരു ബോട്ടിൽ 3 ദിവസമൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. 3 ദിവസം അടുപ്പിച്ച് ഈ ബോട്ടിൽ യൂസ് ചെയ്യും. ഈ 3 ദിവസം വരെ ഞാൻ ഫ്രിഡ്ജിലോ കാര്യങ്ങളൊന്നും വെക്കാറില്ല. മാക്സിമം 3 ദിവസമാണ് ഞാൻ വെച്ചിട്ട് നോക്കിയിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ സ്മെല്ല് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ സ്മെൽ ചേഞ്ച് വരുമോ അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും കേട് വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ മാക്സിമം 3 ദിവസം കൊണ്ട് ഇത് തീർക്കും. കഴിഞ്ഞു. പിന്നെ ഞാൻ മൂന്നാമത്തെ ദിവസം കൂടുമ്പോൾ ഇത് അടുത്ത ബാച്ച് ഉണ്ടാക്കും. അടുത്ത 3 ദിവസം അത് യൂസ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയും എന്റെ ഹെയറിന് വന്ന മാറ്റങ്ങൾ എന്ന് പറയാനായിട്ട് നല്ല രീതിക്ക് ഹെയർ ഫോൾ കുറഞ്ഞു. അതായത് എനിക്കൊക്കെ പണ്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നിറച്ചു വരുമായിരുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനെ വരുന്നില്ല എന്ന് മീൻസ് പണ്ട് വരുന്ന അത്ര വരുന്നില്ല എന്നാട്ടോ ഞാൻ പറഞ്ഞത്. അല്ലാതെ എനിക്ക് ഒട്ടും വരുന്നില്ല എന്നല്ല. ഹെയർ നോർമൽ ആയിട്ടുള്ള കൊഴിച്ചിലുണ്ട്, പക്ഷെ ഒരുപാട് ഉണ്ടായിരുന്ന ഹെയർ ഫോള് അപ്പാടങ്ങ് കുറഞ്ഞു. മാത്രമല്ല എനിക്ക് ബേബി ഹെയർസ് ഒക്കെ ഫോം ചെയ്ത് തുടങ്ങുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നല്ല രീതിക്ക് ഞാനിങ്ങനെ മുടിയൊക്കെ കെട്ടുന്ന സമയത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കുന്ന കണക്ക് ബേബി ഹെയർസും ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് റോസ്മേരി വാട്ടർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ ഞാൻ ഒരു പാനിൽ 1 ഗ്ലാസ് വെള്ളമായിട്ട് എടുക്കുന്നത്. എന്താ ഗ്ലാസിൻ്റെ അളവ് കാണിച്ചു തരാം. ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അതിനകത്തോട്ട് 1 സ്പൂൺ റോസ്മേരിയുടെ ഡ്രൈഡ് ലീവ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഉലുവയും കൂടെ ഇട്ട് തിളപ്പിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഉലുവ ഇടാറില്ല, കാരണം നമുക്ക് റോസ്മേരിയുടെ എക്സാക്റ്റ് ഗുണം എന്താണെന്ന് അറിയുകയും വേണം. അതുകൊണ്ടാണ് ഞാൻ ഉലുവ ഇടാതെ തിളപ്പിച്ചിട്ടുണ്ടായത്. മാത്രമല്ല ഉലുവ ഇട്ട് തിളപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേടുവരും കേട്ടോ. ആ ഉലുവയുടെ ആ ഒരു കൊഴുകൊഴുപ്പ് 1-2 ദിവസം കൊണ്ട് തന്നെ വരും. അപ്പോൾ ഇതാവുമ്പോൾ ആ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വെറും റോസ്മേരി ഇട്ടിട്ട് നല്ല കണക്ക് തിളപ്പിക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളമല്ലേ ഞാൻ എടുത്തിട്ടുള്ളത്, അതൊരു പകുതി 1/2 ഗ്ലാസ് ആവുന്നത് വരെ നന്നായിട്ട് തന്നെ തിളപ്പിക്കുക കേട്ടോ. അത്രയും നേരം തിളപ്പിക്കുക. മാത്രമല്ല നല്ലോണം തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ നല്ലൊരു മണം ഇതിനകത്ത് നിന്ന് വരും കേട്ടോ. നല്ലൊരു മണമാണ്, നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു മണം കിട്ടും. ഇതൊരു 10 മിനിറ്റ് ഒക്കെ തിളപ്പിച്ചാൽ തന്നെ ഒരു 1/2 ഗ്ലാസ്സായി മാറിക്കോളും. അത്രയും നേരം നല്ലോണം ഇട്ട് തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കുക.
തിളച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളം ഒരു ലൈറ്റ് മഞ്ഞ കളർ ആയിട്ടുണ്ടാവും കേട്ടോ. ഒരു ഹെവി മഞ്ഞ എന്നല്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു മഞ്ഞ കളർ ആയിട്ടുണ്ടാവും. മാത്രമല്ല നല്ല ഒരു മണവും കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇതേ ഒരു സ്പ്രേയിങ് ബോട്ടിലോട്ട് ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സ്പ്രേയിങ് ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ട് ഏതെങ്കിലും ഒരു കുപ്പിയിൽ അടച്ചു വെച്ചാൽ മതിയാവും കേട്ടോ. ഇത് ആക്ച്വലി സാനിറ്റൈസറിന്റെ ബോട്ടിലാണ്. ഇങ്ങനത്തെ ബോട്ടിൽ എടുക്കുമ്പോൾ പ്രത്യേകം കഴുകാൻ ശ്രദ്ധിക്കണേ. സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇങ്ങനെ സ്പ്രേ ചെയ്ത് തലയിൽ യൂസ് ചെയ്താൽ മതിയാകും. ഇനി നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി സാനിറ്റൈസറിന്റെ ഒരു ബോട്ടിലാട്ടോ. വൃത്തിയായിട്ട് കഴുകി ഇതിനകത്ത് സാനിറ്റൈസറിന്റെ ഒരു അംശം പോലും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഇതിനകത്ത് ഞാൻ ഈ സാധനം കയറ്റിയേക്കണത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ സാനിറ്റൈസറിന്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അല്ല സ്പ്രേ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു ബോട്ടിൽ എടുത്ത് വെക്കുക, കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ആക്കാട്ടോ. എനിക്ക് ആക്ച്വലി ഈ സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും ഞാൻ കുറച്ച് കയ്യിലെടുത്തിട്ട് നല്ലോണം തലയിൽ ഇങ്ങനെ ആക്കി മസാജ് ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചുമ്മാ ഈ സ്പ്രേ ബോട്ടിൽ ആക്കി സ്പ്രേ ചെയ്ത് കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. ഞാനിത് കുളി കഴിഞ്ഞതിന് ശേഷമാട്ടോ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. പക്ഷെ ഞാനെപ്പോഴും കുളി കഴിഞ്ഞതിനും ശേഷമാണ് അപ്ലൈ ചെയ്യാറുള്ളത് കേട്ടോ. ഇത് നമ്മളിങ്ങനെ കഴുകി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേറെ ഒട്ടലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ചെയ്യാറുള്ളത് ഇതേപോലെ ഓരോ വകച്ചിലാക്കി മാറ്റും മുടീനെ. എന്നിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് നല്ല രീതിക്ക് അപ്പം തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും കേട്ടോ. ഇതാകുമ്പോൾ നമ്മുടെ എല്ലാ ഹെയറിൻ്റെ റൂട്ടിലോട്ടേക്കും എത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ വകച്ചിലെടുക്കുക, എന്നിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. നല്ലോണം അപ്പം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, വീണ്ടും വകച്ചിലെടുത്തിട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇപ്പം ഞാൻ എയർ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല രീതിക്ക് ഒരു 5 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുടിയെല്ലാം കൂടെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് അങ്ങനെ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് നമ്മുടെ ഹെയറിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിലാക്കുക. പിന്നെ കുറച്ച് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയറിൻ്റെ അറ്റത്തേക്കൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുടിയുടെ സ്പ്ലിറ്റ് എൻഡ്സ് മാറ്റാനും അതുപോലെ തന്നെ ഹെയറിന്റെ ടെക്സ്ചർ ചെറിയ രീതിയിലൊക്കെ ഒന്ന് നല്ല രീതിയിലേക്ക് ആക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാനിത് ഇവിടെ റോസ്മേരി വാട്ടർ ഒക്കെ എന്റെ ഹെഡിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഹെയർ ഫോള്, നിങ്ങൾക്ക് ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് മാറുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഹെയർ കളർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കളർ ഫെയ്ഡ് ആവുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ എന്റെ ഹെയർ ഒന്ന് കളർ ചെയ്തിട്ടുണ്ട്. അത്രത്തോളം വിസിബിൾ അല്ലെങ്കിലും ഒരു റെഡിഷ് ഷെയ്ഡ് ഞാൻ എന്റെ ഹെയറിന് കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കളറ് നല്ല രീതിക്ക് ഫെയ്ഡ് ആവുന്ന കണക്ക് എനിക്ക് ഫീൽ ചെയ്തു. മേ ബി ഞാൻ കളർ ചെയ്ത് കുറച്ച് ആയതുകൊണ്ടുള്ള ഫെയ്ഡ് ആവലാവാം. പക്ഷെ റോസ്മേരി വാട്ടർ യൂസ് ചെയ്താൽ നമ്മളുടെ ഹെയർ നല്ല ബ്ലാക്ക് കളർ ആവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ മേ ബി അതുകൊണ്ടായിരിക്കും എന്റെ കളർ ഫെയ്ഡ് ആയിട്ട് ബ്ലാക്കിലോട്ട് തന്നെ തിരിച്ചു വരുന്നത്. എന്താന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ എനിക്ക് അതുകൂടെ തോന്നി കേട്ടോ. അത് മേ ബി ഇതുകൊണ്ടും ആവാം, അല്ലെങ്കിൽ കളർ തനിയെ ഫെയ്ഡായി പോകുന്നതാവാം. അത് കറക്റ്റ് എനിക്ക് എന്താന്ന് എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. എനിവേ, നിങ്ങളുടെ ഹെയറിന് അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് റോസ്മേരി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് അഫോർഡബിൾ ആയി, ഉറപ്പായിട്ടും ഇങ്ങനൊരു പാക്കറ്റ് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിരിക്കും. അതല്ല, നിങ്ങൾക്ക് ആ ഒരു ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, ഞാൻ കമ്പനിയുടെ പേര് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. എല്ലാവരും ഇതിപ്പോ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തതുകൊണ്ട് എനിക്കത് എങ്ങനെയാണ്, അത് ജെന്യൂൻ ആണോ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ സംഭവം, അതായത് ഈ റോസ്മേരി എന്ന് പറയുന്നത് അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഗൈസ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പാക്കറ്റ് വാങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ വാങ്ങാം. അല്ല, നിങ്ങൾക്ക് അത് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റും വാങ്ങാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെക്കാതെയാണ് 3 ദിവസം പുറത്ത് വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യല്. ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര ദിവസം നിൽക്കുന്നോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. നല്ല മണമാണ്. ഈ 3 ദിവസവും ഈ മണത്തിനൊന്നും ഒരു വ്യത്യാസം വരാറോ അങ്ങനെയൊന്നുമില്ല, അല്ലെങ്കിൽ കളർ ചേഞ്ച് വരാറോ ഒന്നുമില്ല. നോർമലായിട്ട് ഇപ്പൊ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് 3ാമത്തെ ദിവസം എനിക്ക് ഉണ്ടാവാറുള്ളത്. 3ാമത്തെ ദിവസത്തോടുകൂടി ഈ സംഭവം കഴിയും. 4ാമത്തെ ദിവസത്തോടുകൂടി ഞാൻ പുതിയ ബാച്ച് ആയിരിക്കും എടുക്കാറുള്ളത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. നിങ്ങൾക്കും അങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഡെയിലി യൂസ് ചെയ്യുക. ഒരു ദിവസം യൂസ് ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞ് പിന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാലൊന്നും റിസൾട്ട് കിട്ടത്തില്ല. ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിസിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ ഹെയറിൽ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ ഓരോരുത്തരുടെയും ഹെയർ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും രീതി അനുസരിച്ചിട്ട്, ചിലപ്പോൾ ഇപ്പൊ എനിക്കൊരു 5 ദിവസം കൊണ്ടാണ് ഒരു റിസൾട്ട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 10 ദിവസം പിടിച്ചിട്ടായിരിക്കും റിസൾട്ട് കിട്ടുക. നിങ്ങളുടെയും എന്റെയും ഹെയർ ടൈപ്പ് ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും അത്. അല്ല, എനിക്കിപ്പോൾ 5 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുന്നത്, വേറെ ആൾക്ക് ചിലപ്പോൾ 2 ദിവസം മതിയാവും റിസൾട്ട് കിട്ടാൻ. അതൊക്കെ അങ്ങനെ ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇപ്പൊ എനിക്ക് ഒരു 5 ദിവസം യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടി എന്ന് വെച്ച് നിങ്ങൾക്കും 5 ദിവസം യൂസ് ചെയ്തുകൊണ്ട് തന്നെ റിസൾട്ട് കിട്ടണം എന്നില്ല. കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്ത് നോക്കുക. അടിപൊളി പ്രൊഡക്റ്റ് ആണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റ.